യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് റിവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന പടങ്ങളൊക്കെ സ്പൂഫ് വീഡിയോ ആയിരിക്കും. കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി, അല്ലാത്തവര് സ്കിപ്പ് അടിച്ച് നോക്കോ. ഹലോ ഗായ്സ്, ദിസ് ഇസ് ഡി കമ്പനി. വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൂലി മൂവിയുടെ റിവ്യൂ പറയാനാണ്. ഒബ്വിയസ്ലി ഇത് സ്പൂഫൊക്കെ ആവും. ഓക്കെ, സ്പൂഫ് വീഡിയോ ആയിരിക്കും. കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി, അല്ലാത്തവര് സ്കിപ്പ് അടിച്ച് നോക്കോ. ബിക്കോസ് റിവ്യൂ ആയിട്ട്, കാരണം അല്ലാണ്ട് റിവ്യൂ ആയിട്ട് പറയാൻ മാത്രത്തൊക്കെ ഒന്നും അതിനകത്തില്ല വലുതായിട്ട്. കാരണം അതിനകത്ത് കുറേ ആൾക്കാരുടെ റിവ്യൂ നമ്മൾ പേഴ്സണലി കണ്ടതിനകത്താണെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഒട്ടും കൊള്ളത്തില്ല, ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അത്ര ഒരു ഇല്ലാത്ത മൂവിയല്ല, വൺ ടൈം വാച്ച് ആണ് എന്തായാലും. കറക്റ്റ്. പിന്നെ ഭാവിയിൽ ചിലപ്പോ കണക്ട് ആയേക്കാം, അത് അവര് കണക്ട് എന്തുകൊണ്ടാവാം. പക്ഷെ ഇപ്പൊ ഫോർ നൗ ഇറ്റ്സ് എ വൺ ടൈം വാച്ച് മൂവി. ഇറ്റ്സ് എ നോ കണക്ഷൻ മൂവി, LCU കണക്ഷൻ ഒന്നും. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു മൂവിയാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ച് പോയതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നിയത്. ഇപ്പൊ ലോകേഷൻ ആദ്യം പറഞ്ഞു ഇത് LCU അല്ല, സ്റ്റാൻഡ് അലോൺ ആണ്, ഇത് പക്ക ഇങ്ങനത്തെ ഒരു കഥയാന്നുള്ള രീതിയിലൊക്കെ മൂപ്പറുടെ പോയിന്റ് ഓഫ് വ്യൂ നന്നായിട്ട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, രജനീകാന്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. തലവരെ നല്ലോണം പണിയെടുപ്പിച്ചിട്ടുണ്ട്. പ്രായത്തിനുള്ള തലവറിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നിയത് തലവരെ വെച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ട്, സൗബിനെ വെച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നാഗാർജുനയ്ക്ക് കുറച്ചുകൂടെ ഇൻപുട്ട് കൊടുത്തിരിക്കായിരുന്നു തോന്നി എനിക്ക്. കാരണം സ്ക്രീൻ പ്ലേ കുറഞ്ഞു പോയി, സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു പോയി. ആ ഒരു കുറഞ്ഞ ഒരു സ്ക്രീൻ പ്രസൻസില് പുള്ളി അത്യാവശ്യം മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊരു വർക്കൗട്ട് ആയില്ല ഓഡിയൻസിന്റെ ഇടയ്ക്ക്. അതാണ് മെയിൻ പ്രോബ്ലം. അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് ശ്രുതി ഹാസൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ക്രിഞ്ചും ക്രീഷും ഒന്നും ഇല്ല, പക്ഷെ നന്നായിട്ട് തന്നെ ശ്രുതി ഹാസൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടാണ് പടം ഫ്ലോപ്പ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാരും കമ്പയർ ചെയ്യുന്നത് കൂലി ജയിലർ വെച്ചിട്ടാണ്. ജയിലർ പടം ഇറങ്ങുന്നതിന് മുമ്പ് ജയിലർ കമ്പയർ ചെയ്യാനായിട്ട് ആൾക്കാരുടെ അടുത്ത് ഉണ്ടായിരുന്നത് എന്തിരൻ. അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ടില്ല. കാരണം നെൽസൺ രജനീകാന്തിനെ വെച്ചിട്ടൊരു പടം എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ സമയമായിരുന്നു. പക്ഷെ രജനീകാന്തിന് ആ ഒരു മാസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, കാരണം ഞാൻ ഇത് കൂലി കണ്ടതിന് ശേഷം ഞാൻ ജയിലർ സിനിമ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഓക്കെ. കാരണം ജയിലർ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ്, ജയിലർ സിനിമയ്ക്കകത്ത് രജനീകാന്തിനൊരു പ്രശ്നം വരുന്നു, രജനീകാന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ സമീപിക്കുന്നു. അതായിട്ടാണ് ഒന്ന് ശിവാണനും പിന്നെ ലാലേട്ടനും. അപ്പൊ ആ രണ്ട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ ഉണ്ടെന്ന് തന്നിട്ടില്ലായിരുന്നു ആർക്കും. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്വാഗ്, കാരണം ഒരു ഫുൾ ആൻഡ് ഫുൾ സ്ലോമോ ആണ്. ആ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മാസാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മാസ്, മറ്റേന് മാസ്. അതുകൊണ്ട് മാത്രം പിടിച്ചുന്ന ഒരു പടമാണ് ജയിലർ. അത് നല്ല രീതിയിൽ ഹിറ്റുമായി, നല്ല പടമായിരുന്നു, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പടം, നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രോപ്പർ ഫൈറ്റ് ഇല്ല രജനീകാന്തില്ല ജയിലറിനകത്ത്. പക്ഷേ നമ്മുടെ കൂലി എടുത്തു നോക്കി കഴിഞ്ഞാൽ രജനീകാന്തിന്റെ ചില സീൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ബോഡി സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയുള്ളതിലും ഹി ഹാസ് ഡൺ വെരി ഗുഡ്. നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആയിക്കോട്ടെ, സ്വാഗ് എന്ന് പറയാൻ, അതാ ഞാൻ പറഞ്ഞ ജയിലറിനകത്ത് ഇപ്പം നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്നത് കൂലി മൂവി ജയിലറുമായിട്ട് എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലർ മുമ്പ് ഇറങ്ങിയതുകൊണ്ട്, ഇൻ കേസ് ഇപ്പം ജയിലർ ഇറങ്ങിയിട്ടില്ല, കൂലി മൂവി ഇറങ്ങുന്നെങ്കിൽ എല്ലാവരും പറയും അയ്യോ ഭയങ്കര മാസ് സംഭവം എന്ന് പറയും. അതും വേണ്ട, ലോകേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആൾക്കാർക്ക്. കാരണം ഇവര് രജനീകാന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജയിലർ ആ ഒരു ടൈപ്പ് ഓഫ് ലെവലാണ് പിടിക്കാൻ നോക്കുക. ലോകേഷിന്റെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ പറയും വിക്രത്തിന്റെ അത്രയും പോരാ, റോളക്സിന്റെ എൻട്രിയുടെ അത്രയും പോരാ, അമീർ ഖാൻ എൻട്രി. ഓക്കെ, പക്ഷെ ഇപ്പൊ വിക്രം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ കൈദി എങ്ങനെയാണ്, കൈദി വെച്ചൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് എ സ്റ്റാൻഡ് അലോൺ മൂവി. കൈദി ഇറങ്ങിയ സമയത്ത് ഒരാൾക്കും അറിയത്തില്ലായിരുന്നു കൈദി ഒരു യൂണിവേഴ്സ് ആവുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ വിക്രം ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് അത് കണക്ട് ചെയ്തെടുത്തത് അവര്. കാരണം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ നമ്മൾ തന്നെ എക്സ്പെക്ടേഷൻ കൂടുതൽ വിചാരിച്ച് നമ്മുടെ മിസ്റ്റേക്കാണ്. ഒരിക്കലും അത് ഡയറക്ടറിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെയോ ഒരു പ്രശ്നമല്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, സൗബിൻ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അയ്യോ
ഹെവി ഡ്യൂട്ടി. കാരണം ശരിക്കും സൗബിനാണ് വില്ലൻ. അല്ല, സൗബിനാണ് ഹീറോ എന്നായിരിക്കും തോന്നി ചിലത് ചെറിയതില്. കാരണം ഒരു സൗബിനാണ് ഹീറോ എന്നൊരു രീതിയിൽ എനിക്ക് തോന്നിപ്പോയി. കാരണം വില്ലൻ ഷെയ്ഡ് കൊടുത്തിട്ടൊരു പടം എടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം രജനീകാന്ത് നോക്കുകയാണെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നു, റൂത്ത്ലെസ് ആണ്, ലൈക്ക് ആൾക്കാരെ ഒന്ന് ക്രിമേറ്റ് ചെയ്യാനൊന്നും ഒരു മടിയില്ല. പക്ഷേ ആ ചാൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് വരെ സൗബിനാണ് എനിക്ക് ഹീറോ ആയിട്ട് തോന്നി. കാരണം പോലീസാണ്, എക്സ് പോലീസ്, അവൻ സ്ക്വാഡ് വൈപ്പ് ചെയ്യാൻ നോക്കുന്നു, അവൻ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ സിനിമകളും ഉണ്ട് ഇതേപോലെ ഹീറോസ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ടൈപ്പ് മൂവീസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ബട്ട് സൗബിന്റെ അഭിനയമായാലും, കാരണം മലയാളം ഇൻഡസ്ട്രി അവന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യൂസ് ചെയ്തില്ല. അവന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് ഇമോഷൻസ്, പിന്നെ തമാശക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനാണ് സൗബിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ഗാങ്സ്റ്റർ ലെവല് അല്ലെങ്കിൽ അവന്റെ ആ ഒരു പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടിരുന്നെങ്കിൽ അതിന് വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദി ഡയറക്ടർ. ലോകേഷിനെ എന്തായാലും നമ്മൾ ഞാൻ ഈ കാര്യത്തിൽ ലോകേഷിനെ കുറ്റം പറയത്തില്ല. കാരണം മൂപ്പരുടെ രീതിയിൽ ഒരു പടം എടുത്തു വെച്ചു. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം, ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ വെച്ച്, ഇഷ്ടപ്പെട്ട ഒരാളെ വെച്ച്, രജനീകാന്തിനെ വെച്ചൊരു പടം എടുത്തു. അത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ നമ്മള് ഒറ്റപ്പെടുത്തുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ ഏതൊരു ഡയറക്ടർ ആണെങ്കിലും വലിയൊരു സ്റ്റാറിനെ വെച്ച് സിനിമ എടുക്കുമ്പോൾ അവരുടെ കഥകളിൽ കുറെ ചേഞ്ചസ് വരും. പക്ഷേ ഒരു ഫിലിം എന്ന് പറഞ്ഞു വരുമ്പോ ഇത്ര ഹ്യൂജ് പ്രസൻസ് ഉള്ള ഒരു ആക്ടറിനെ കൊണ്ടുവരുമ്പോ ചിലപ്പോ അത് ഇത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അവരുടെ ലോകേഷ് ചെയ്യേണ്ടിയിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലായിട്ട് ട്രെയിലർ ഇറക്കുക, അതിനകത്ത് അമീർ ഖാനെയും ഉപേന്ദ്രയുടെ ക്യാരക്ടർ കാണിക്കുകയോ ചെയ്യലായിരുന്നു. അങ്ങനെ കാണിക്കാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻസോ. നമ്മളിപ്പോൾ വിക്രം മൂവിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിക്രം മൂവി ടെംപ്ലേറ്റ് കണ്ടുപോയി ലാസ്റ്റ് ആ റോളക്സ്, നമ്മൾ അത്രയും നേരത്തെ ആ മൂവി ആ റോളക്സിന്റെ എൻട്രി വന്നപ്പോൾ നമ്മൾ മറന്നുപോയി. കാരണം ആൾക്കാർ ഇപ്പോൾ ഉപേന്ദ്രനെയും അതേപോലെ ഉപേന്ദ്ര സാറിനെ, അമീർ ഖാൻ സാറിനെയൊക്കെ കാണിച്ചത് കൊണ്ട്, ഈ ആക്ടേഴ്സിനെയൊക്കെ കാണിച്ചത് കൊണ്ട് ആൾക്കാർ വേറെ എക്സ്പെക്ട് ചെയ്തു, വേറെ ആരെങ്കിലും കാണും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. ഇപ്പൊ കുറെ പേര് പറഞ്ഞു മോഹൻലാലുണ്ട് അല്ലേ, എവിടെ കുറെ പേര് പറഞ്ഞു മോഹൻലാലുണ്ട്, ശിവകാർത്തികനുണ്ട്. ഐ തിങ്ക് ശിവകാർത്തികന്റെ എന്തോ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റീപ്ലേസ് ചെയ്താന്ന് തോന്നുന്നു, സംതിങ് ഉണ്ട് അങ്ങനെ. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടാണ് അതൊരു, പക്ഷെ ഫെയിലിയർ ആയെന്ന് പറഞ്ഞിട്ടില്ല. പടം നല്ല ഹിറ്റാണ് അല്ലേ? പടം നല്ല. ഇന്നലെ 150 കോടിയോ ഫസ്റ്റ് ഡേ 150 കോടി. പക്ഷെ ഇതിനകത്ത് വേറുള്ള ഒരു സംഭവം, ഈ പടം ഫസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഇട്ട് കാണിക്കുമ്പോൾ ഒബ്വിയസ്ലി കുറച്ചൊരു കമന്റ് പറയുമല്ലോ. അന്നേരം അവർക്ക് വേറൊരു സംഭവം ചെയ്താൽ മതിയായിരുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു LCU കണക്ഷൻ ഇട്ടുക. ഒന്ന്, ഈ പടം സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, എവിടെയെങ്കിലുമൊക്കെ കുറച്ച് LCU കണക്ഷൻ ഇടുക. അമീർ ഖാന്റെ എൻട്രി കുറച്ചുകൂടെ ബ്രൂട്ടൽ ആക്കിയിട്ട് രജനീകാന്തുമായിട്ടുള്ള ഫേസ് ഓഫ് ഇല്ലാണ്ടിരിക്കുക. അതായത് അമീർ ഖാൻ ഒരു വില്ലനായിട്ട്, നല്ലൊരു ബ്രൂട്ടൽ വില്ലനായിട്ട് നമ്മൾ റോളക്സിനെ കാണിച്ചിരിക്കുക. രണ്ടാമത്തത്, ഉപേന്ദ്രയുടെ ഒരു സ്പെഷ്യൽ ക്യാമിയോ ആയിട്ട് ഒരു ട്രെയിലർ കാണിക്കേണ്ട പെട്ടെന്ന് ഒരാൾ വരികയായിരുന്നെങ്കിൽ നന്നായി. നാഗാർജുന കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് കൊടുക്കുക, കുറച്ചുകൂടെ ബ്രൂട്ടലായിട്ട്. സൗബിൻ്റെ പക്ക ക്യാരക്ടറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒബ്വിയസ്ലി രജനി ഫാൻസിന് വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ മാസാണ്. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ നടത്തം, സ്റ്റൈല്, സ്വാഗ്, കുറെ കുറഞ്ഞ പോലെ തോന്നി. കാരണം ജയിലർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതാണ് മുപ്പര ഹുക്കും പാടിട്ട് സ്ലോ മോഷന് നടന്നു വരുന്ന ആൾക്കാർക്ക് മതി. പുള്ളിയുടെ ആ കണ്ണും ആ ഒരു ചിരിയും ആ ഒരു വോക്കും എല്ലാം കൂടെ കാണുമ്പോ തന്നെ ആൾക്കാരങ്ങ് അത് മതി ആൾക്കാർക്ക്. പക്ഷേ ശരിക്കും എന്തിനാ രജനി ഫാൻസ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫാൻസ് ആയിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ഓൾഡ് ടൈം പോലെ കോമഡികൾ കുറെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഹാഫില് അതാണ് നല്ലത് ചെയ്തു. പക്ഷെ സ്വാഗ് ഇല്ലായിരുന്നില്ല. മറ്റേ കണ്ണാടി ഇറക്കലോ മറ്റേ ആ സാധനം വളരെ കുറവായിട്ട് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, നമുക്ക് അങ്ങനെ ഫുള്ള് ഒറ്റ പ്രാവശ്യം കണ്ടുകൊണ്ട് ഫുള്ള് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് പറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മളായിട്ട് എക്സ്പെക്ട് ചെയ്തൊന്നും പോവാണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡയറക്ടറിന് ഇപ്പം പുള്ളിക്കാരൻ്റെ ഒരു റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ്, പുള്ളിക്കാരനൊരു ഇതുണ്ടാവുമല്ലോ, ഓക്കെ ഇങ്ങനെ ആയിരിക്കണം പടം, ഞാൻ ഇങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പം അതിന് ആൾക്കാർ എക്സ്പെക്ടേഷൻ വെച്ച് അതിനെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ അടുത്തൊരു മൂവി ഇറങ്ങുമ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ക്യാരക്ടർ ഏതെങ്കിലും അതിനകത്ത് വരിക. പക്ഷെ ആൾക്കാർ എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന രജനി ഫാൻസോ LCU ഫാൻസ് ഉണ്ടെങ്കിൽ ഐ എം സോറി. കാരണം ഇത് ഷുഡ് നോട്ട് ബി കണക്റ്റഡ് ടു LCU. ദിസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്.
ബിക്കോസ് LCU ഈസ് ഹാവിങ് ദാറ്റ് ഡെപ്ത് ഓൾറെഡി ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്? കാരണം നമ്മൾ ഓൾറെഡി രജനീകാന്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ കണ്ടപ്പം വി നോ ഹൗ ഹി ഈസ്. ഫോർ എക്സാമ്പിൾ ലിയോ ക്യാരക്ടർ എടുക്കുകയാണെങ്കിലോ, വിക്രം ക്യാരക്ടർ എടുക്കുകയാണെങ്കിലോ, കൈദി ക്യാരക്ടർ എടുക്കുകയാണെങ്കിലോ നമുക്ക് അവരുടെ ഒരു ഡെപ്ത് അറിയാം. ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. പക്ഷേ അവർക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാറുന്നു. പക്ഷേ അതിനകത്ത് ഈ ഒരു ലാസ്റ്റ് ഒരു പോർഷനിൽ കാണിക്കുന്നത് അമീർ ഖാൻ ഇപ്പൊ കാണാത്തവർ ഇത് പോയി ഇത് കാണാത്തവർ ഇത് കാണണ്ട പൊക്കോ. അപ്പൊ ഞാൻ ആരുടെതും കാണണ്ടെന്ന് പറയുന്നില്ല, തിയേറ്ററിൽ പോയി കാണേണ്ട മസ്റ്റ് എക്സ്പീരിയൻസ് വാച്ച് തന്നെയാണ്. കാരണം അതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം തിയേറ്റർ വാച്ച് തന്നെ, OTT-യിലൊന്നും നിങ്ങൾ കാണാൻ പോകും. കാരണം മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ മുടക്കുന്ന പൈസക്ക് പോയി കാണും. ചില ആൾക്കാർ 150 രൂപ, ഇതിന് 150 രൂപയ്ക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങിയതാണ് മിച്ചെന്നൊക്കെ. അതൊക്കെ ചുമ്മാ ഓരോരോ ആൾക്കാർ നിങ്ങൾക്ക് മൂവി എക്സ്പീരിയൻസ് തരാൻ ഓക്കെ നല്ലൊരു പടമാണ്. നിങ്ങൾക്ക് പോയി വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരാൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഓരോരാൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഞാനും എൻജോയ് ചെയ്തു. കാരണം ആ മൂവിയിൽ കുറച്ച് പോരായ്മകൾ തോന്നി. കാരണം ഒരു LCU കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതിനുപരി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു പോർഷനിൽ അവർ വിട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണാത്തവർ ഇത് കാണണ്ട, ബോക്കോസ് സ്പോയിലറാണ്. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട് അമീർ ഖാൻ ബിസിനസ് കംസ് ഫസ്റ്റ് എന്നുള്ള രീതി പറയുന്നുണ്ട് ഇല്ലേ? കറക്റ്റ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിസിനസ്, അവിടെ എന്താണ് എന്നുള്ള രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ റോളക്സ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ വിക്രമി വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ആരാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. മറ്റവൻ വന്ന് പറയുന്നുണ്ട് ആരുടെ അടുത്ത് സറക്കില്ലാമ ഇருக்கு എന്നുള്ള രീതിയിൽ പറയുന്നില്ലേ, യാർക്കിട്ടേ സറക്കില്ലാമ ഇருக்கு. എനിക്ക് തോന്നുന്ന സംഭവം ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കോ എന്നുകൊണ്ട് തുടങ്ങില്ലേ. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ലോകേഷിന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിക്കൂലേ, என்ன லோகேஷ் படம் அவ்வளோ எக்ஸ்பெக்டேஷன் மீட் பண்ணல அப்படின்னு சொல்லும்போது ஆக்சுவலி இது LCU தான் அப்படின்னு അങ്ങനെ പറഞ്ഞ് സവാലിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. കടസിയില് നിങ്ങൾ பார்த்தீங்கன்னா அமீர் கான் வந்துட்டு വില്ലൻ രജനീകാന്ത് വില്ലനാ അത് அப்படின்னு சொல்லி സമാളിച്ചോന്ന് എനിക്ക് അല്ല, വി ഹാവ് ടു സീ ഇറ്റ് അഗൈൻ. കാരണം ആ ഒരു ബോർഡ് മെമ്പർ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ, അതിനകത്ത് ആരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആകെ നാഗാർജുന മാത്രമേ കാണിച്ചുള്ളൂ. വാട്ട് ഇഫ് ആ സ്ഥലത്ത് റോളക്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ഒറ്റ പ്രാവശ്യം കണ്ടുകൊണ്ടാണ്. അല്ല, നമുക്കത് കണക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ. കാരണം ഓൾസോ അമേരിക്കൻ വന്നിറങ്ങുന്ന സമയത്ത് 2 കണ്ടെയ്നർ കാണിക്കുന്നു. അതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള ഒരു ന്യൂസോ ഒരു എവിടെ നിന്നാണോ എന്താണോ ഒന്നും പറയുന്നില്ല. പിന്നെ മൂവി ഒരിക്കലും ഡ്രഗ് ബസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് അല്ല. ലോകേഷിന്റെ എപ്പോഴും മൂവി വരുമ്പോൾ LCU ഫുള്ള് ഡ്രഗ്സ് സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഗോൾഡ്, അതേപോലെ ഗോൾഡ് വാച്ചസിന്റെ വർത്ത് 2 കോടി രൂപയുടെ വാച്ച് എന്നൊക്കെ പറയുന്നു. പക്ഷെ ചില സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീക്വൻസ് അൻബർ മാസ്റ്റേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഡാൻസ് പുള്ളിക്കാരനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ VFX നന്നായിട്ട് പഴയ രീതി കാണിക്കുന്ന എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതും നല്ല സംഭവം ആൾക്കാര് കത്തിപ്പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ VFX അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവർ ആ പൈസക്കുള്ളത് വെറുത്ത് അവര് ചെയ്തിട്ടുണ്ട്. ഇൻട്രോ സീന് രജനീകാന്തിന്റെ എനിക്ക് പോരാൻ തോന്നി. പക്ഷേ അത് ഒരു വേറെ ഏതെങ്കിലും രീതിയിലൊരു മാസ് കൊടുത്തിരിക്കായിരുന്നു. ഇത് മറ്റേ ഇറച്ചി കിട്ടുന്ന പോലെ തുടങ്ങി. അവസാനം അവർക്കാൻ ബീഡി മേടിച്ചു പോകുന്നതാ എനിക്ക് ബീഡി ഒന്ന് കൊടുത്തരുന്നു വേറെ ഇറുക്കാ എന്ന് കഴിക്കാം. അപ്പൊ ഉപയോഗത്തിന് എടുത്തിട്ട് ഒരെണ്ണം എടുത്ത് കാണിക്കുമ്പോ ഓക്കെ താങ്ക് യു, പാക്കറ്റ് വന്നെടുക്കും, കുഴപ്പമില്ല. ബട്ട് ഞങ്ങൾ പറഞ്ഞ ജസ്റ്റ് ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. ഓക്കെ, ദിസ് ഈസ് അവർ ഒപ്പീനിയൻ, പേഴ്സണലി ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഞങ്ങൾ ആക്ച്വലി മൂവീസ് ഭയങ്കര കീൻ ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. സോ we both should have to see in a director's view and audience view. So നമ്മളിപ്പോ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടേഴ്സിന്റെ പ്രഷർ എന്തറിയാം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ പറയണം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഡയറക്ടേഴ്സിന് പ്രഷർ ഉണ്ടാവുമ്പോൾ സ്റ്റോറി ലൈൻ മാറ്റിയേ പറ്റത്തുള്ളൂ. ലൈക്ക് വി ഓൾസോ നോ വാട്ട് ഈസ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് ആക്കി സ്ക്രീനിൽ കൊണ്ടുവരാനുള്ള അതിന് ഡിഫിക്കൽട്ടീസ് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അതൊക്കെ എന്തൊക്കെയാന്നുള്ളത് പിന്നീട് നിങ്ങൾ അറിയും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇങ്ങനത്തെ കുറച്ച് കറക്ഷൻസ് ലോകേഷ് ചെയ്യുമായിരുന്നെങ്കിൽ, കാരണം ആൾക്കാരുടെ പൾസ് അനുസരിച്ച് മൂവി വേവ് ലെങ്ത് വേണം.
ആ ഒരു മൂവി ആ ഒരു ഫ്ലോയിൽ പോകണം. അതായിരുന്നു ഒരു മിസ്സിങ് ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ LCU എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ദിസ് മൂവി ഈസ് വെർത്ത് ഇറ്റ്. ഇനിയിപ്പോ പ്രഷർ കൂടുതൽ ആർക്കാന്നറിയോ? ഈവൻ ഷസാം പറഞ്ഞ പോലെ നേരത്തെ കാലത്തെ നിങ്ങൾ LCU എടുക്കുവാണെങ്കിൽ എടുത്ത് തീർക്കും, അല്ലെങ്കിൽ ആൾക്കാർ മറക്കും, അത് ഫ്ലോപ്പ് ആവും. അതാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് അലോൺ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ആദ്യമേ സ്റ്റാൻഡ് അലോൺ എടുക്കണമായിരുന്നു. എന്നിട്ട് LCU ഇപ്പൊ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അതാണ് ഒരു കാര്യം. ഈവൻ ഇപ്പൊ മാർവൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാവും അത് മാർവൽ യൂണിവേഴ്സ് ആണ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് മാർവൽ എഴുതി കാണിക്കും. അപ്പൊ നമുക്കറിയാം മാർവലാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ ഇറങ്ങുമ്പോൾ ഇൻ അസോസിയേഷൻ വിത്ത് മാർവൽ. അതേപോലെ അങ്ങനെയൊന്നും കൊടുക്കണമെന്ന് LCU എഴുതി കാണിക്കണം നമ്മൾ പറയുന്നില്ല. പക്ഷേ സീരീസ് സീക്വൻസ് അങ്ങനെ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് മറന്നുപോകും, ആൾക്കാരത് വിട്ടുപോകും. പിന്നെ ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ കുറയും. ചില മൂവി ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ ഇത് LCU ഒന്നും അല്ലെന്ന് പറഞ്ഞ് പോവാതിരുന്നു കഴിഞ്ഞാൽ അതും ബാധിക്കും. അല്ല, ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ വരാൻ പോകുന്ന അടുത്ത മൂവിക്ക് ആർക്കാന്നറിയോ? നെൽസൺ ജയിലർ 2. അത് നല്ല രീതിയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കണക്ട് ചെയ്ത്. കാരണം ജയിലർ 1-നേക്കാളും അടിപൊളിയായിട്ട് നിൽക്കണം. അതപ്പോ അത്രയും പ്രഷർ ഉണ്ടാവും. ഇനിയിപ്പോ അടുത്തടുത്ത പടങ്ങൾ വരട്ടെ. വാർ 2 അത് അതിന്റെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ പിന്നെ വേറെ വരാം. അത് 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 എന്തായാലും എന്ന് വെച്ചാൽ ഫസ്റ്റ് പടത്തിന് അത്ര ഏത് പടം എത്തുന്നില്ല. 2025 മൊത്തത്തില് തഗ് ലൈഫ് നമ്മളൊന്നും പറയുന്നില്ല. എന്തോ ഗാങ്സ്റ്റർ യക്കൂസ അത് വേറെ. പിന്നെ ഇത് വേറെ കുറെ ഇതിനിടയ്ക്ക് ഇറങ്ങി. എല്ലാം നമ്മൾ കാണുകയും ചെയ്തു. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് റിവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന പടങ്ങളൊക്കെ അവസ്ഥ. ഓക്കെ നോക്കാൻ തരും. ഞാൻ പറയുന്നത് ഇനിയിപ്പോ ലോകേഷ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്കി കൈതി 2 പിടിക്കും. കൂലി നടന്നായിട്ട് വിചാരിക്കാണ്ടിരിക്കാൻ വിടുക. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതിൽ ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടി അത് തന്നെ ഇതാക്കുമ്പോഴത്തേക്ക് ഈ എന്താ പല്ലിലിട്ട് ഇളക്കി നാട്ടുവയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇനി അടുത്ത പടത്തിൽ പിടിക്കുക. ഇത്രേ ഉള്ളൂ. ആൾക്കാർ നെഗറ്റീവ് പറയും, പക്ഷെ എന്തായാലും മുടക്കിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ലേ? അത് കിട്ടും, എന്തായാലും കിട്ടും. കാരണം ആ ഒരു ബിസിനസ് വൈസ് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. അപ്പൊ അതായിരുന്നു നമ്മുടെ വീഡിയോ. കൂലി മൂവീസ് എല്ലാരും പോയി കാണുക. നല്ലൊരു വിഷ്വൽ എന്റർടൈൻമെന്റ് തന്നെയാണ്. വിഷ്വൽ ട്രീറ്റ് ആണ്. നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. കറക്റ്റ്. പക്ഷെ എല്ലാരും പറയുന്ന പോലെ കാണരുത്, വേസ്റ്റ്, ഉറങ്ങിപ്പോ അങ്ങനൊന്നുമില്ല. ഉറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം ഉറങ്ങുന്നവരെ എനിക്കൊന്നും കാണണം. തിയേറ്ററിൽ പോയി നിൽക്കാനാണ് ഞാൻ കിടന്ന് പാതിയോളം ഉറങ്ങിപ്പോയി. ഏതവരെ അങ്ങനെ പടം തിയേറ്ററിൽ ഓടുമ്പോൾ അത് ഇത്രയും ഓരോ സീനും കൂവലായിരുന്നു. ഞങ്ങൾ ദുബായിലാണ് പോയി കണ്ടത്. ഞങ്ങൾ ഡയറ സിറ്റി സെന്ററിൽ പോയി കണ്ടപ്പോ എന്റെ മോനെ എന്ത് കൂവലാ. ആൾക്കാരൊക്കെ ഓരോ സീന് ആൾക്കാർ വരുമ്പോ എന്നൊക്കെ പറഞ്ഞ അലറി കൂവാ. അതിനിടയ്ക്ക് നമുക്ക് എങ്ങനെ പറഞ്ഞാലും മുടക്കിയിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ ഏത് മലയാളികൾക്ക് പറ്റുക? ഇത് തമിഴിയൻസ് ആണെങ്കിലോ പിന്നെ സ്പോയിലർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞങ്ങള് അവിടെ ഇരുന്ന് ട്രോളുമായിരുന്നു. കാരണം ഞങ്ങള് നോക്കിട്ട് ഉപേന്ദ്രനെ കാണുന്നില്ല. അവസാനം ചോദിച്ച് എടാ ഉപേന്ദ്രൻ എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ പൈസ കൊടുക്കട്ടെ. എന്റെ മോനെ അത് വേറെ നമ്മളെ ഡ്രാഗ് ആക്കുന്നില്ല. That was a movie. Go check it out. It's a nice movie to watch. It's a one time watch movie. Okay, go check it out. It's another. നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് രജനീകാന്തിനെ കാണാൻ പറ്റും അതിനകത്ത്. വേറൊരു ടൈപ്പ് ഡയറക്ഷൻ ലോകേഷിന്റെ. അപ്പോൾ പോയി കാണുക. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. Yes. So until then, take care. Bye. Tata.